الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، أعوذ بالله من الشيطان الرجيم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീൻ 39 ആയത്തുകളാണ് ഇതിനകം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞത്. 40ാമത്തെ സൂക്തം മുതൽക്കാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. ലശംസു യംബഗീ ലഹാ, തൊട്ട് മുകളിൽ സൂര്യനെ സംബന്ധിച്ചും ചന്ദ്രനെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുകൊണ്ട് അല്ലാഹു ആ സൂര്യ ചന്ദ്രന്മാരുടെ ചലനങ്ങളും അവക്ക് നിശ്ചയിച്ചിട്ടുള്ള സഞ്ചാരപഥങ്ങളുമൊക്കെ അതൊന്നും ഒരു കൃത്യതയില്ലാത്തതോ വ്യക്തതയില്ലാത്തതോ കണക്കില്ലാത്തതോ ഒന്നുമല്ല. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സഞ്ചാരപഥങ്ങളിലൂടെ, വേകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മറ്റൊന്നിന്മേൽ കൂട്ടിയിടിക്കുകയോ സ്ഥാന ചലനം സംഭവിച്ചുകൊണ്ട് സഞ്ചാരങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. കാരണം കൃത്യവും വ്യക്തവുമായ കണക്കുകളോടെയാണ് അവയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖുദ്റത്താണ് അതൊക്കെ എന്ന് നമ്മെ തെര്യപ്പെടുത്തുന്ന വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലശംസു, സൂര്യനല്ല. ലശംസു, സൂര്യനല്ല. യംബഗീ ലഹാ, അതിന് കഴിയില്ല. സൂര്യന് കഴിയില്ല. ലശംസു യംബഗീ ലഹാ, ലഹാ എന്ന് പറഞ്ഞാൽ ആ സൂര്യന്, യംബഗീ എന്ന് പറഞ്ഞാൽ കഴിയുക. ലശംസു, സൂര്യന് അല്ല, അഥവാ യംബഗീ ലഹാ, അതിന് കഴിയുകയില്ല, പറ്റുകയില്ല. എന്തിന് പറ്റുകയില്ല, എന്തിന് സാധിക്കുകയില്ല? അൻ തുദിരിക, പ്രാപിക്കുവാൻ, എത്തുവാൻ. അദറക യുദിരിക്കു, എത്തി, പ്രാപിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അദറക ഇതിന്റെ മുളാരിയാണ് യുദിരിക്കു. അൻ തുദിരിക്കൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കുവാൻ. ചന്ദ്രനെ നിശ്ചയിച്ചിട്ടുള്ള സഞ്ചാരപഥത്തിലേക്ക് കയറി യാത്ര ചെയ്യുവാനും അതുപോലെ തന്നെ അതിനെ മറികടക്കുവാനും ഒന്നും ആർക്ക് പറ്റില്ല? സൂര്യന് പറ്റില്ല. മറിച്ചും അങ്ങനെ തന്നെയാണ്. വലല്ലൈലു, രാത്രിക്കും കഴിയില്ല, രാത്രിക്കും സാധിക്കില്ല. രാത്രിയുമല്ല, എന്തല്ല, സാബിഖുൻ നഹാരി, പകലിനെ മുൻകടക്കുന്നതല്ല. പകലിനെ മുൻകടന്നവിടെ രാത്രിയാണ് പെട്ടെന്നാവാൻ, രാത്രിയെ കൊണ്ടും പറ്റില്ല. രാത്രിയായിരിക്കെ ചന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സൂര്യന് പെട്ടെന്ന് മറ്റൊരു രൂപത്തിൽ അതിൻ്റെ ഉദയം നടത്താനോ അസ്തമനം നടത്താനോ ഒന്നും അതിനും പറ്റൂല. ഒക്കെ നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ റൂട്ടുകളുണ്ട്. വകുല്ലുൻ, എല്ലാം തന്നെ, അവയെല്ലാം തന്നെയും ഫീ ഫലക്കിൻ, ഒരു സഞ്ചാരപഥത്തിലൂടെ, സഞ്ചരിക്കുവാനുള്ള വഴിയിലൂടെ, യസ്ബഹൂന, സബഹ യസ്ബഹു, ശരിക്കും സ്വിമ്മിങ്ങിനാണ് പിന്നെ സിബാഹ എന്ന് പറയാം. യസ്ബഹൂന, അവ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും അവക്ക് നിശ്ചയിക്കപ്പെട്ട സഞ്ചാരപഥങ്ങളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു പ്രയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, സൂര്യചന്ദ്രൻ അവയുടേതായ പ്രവർത്തനങ്ങൾ, അള്ളാഹു അവക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ഓരോ റൂട്ടുകളുണ്ട്. അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ദിശയിലും സമയത്തും അല്ലാതെ
അവയ്ക്കൊന്നും ഒരു നിലക്കുമുള്ള സ്വാതന്ത്ര്യവും സഞ്ചാരത്തിന്റെ വിഷയത്തിൽ ഇല്ല. ഇതൊക്കെ എന്തിനാ പ്രത്യേകം എടുത്ത് പറയുന്നത്? ഈ സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സ്റ്റാറുകളെയും അതേപോലെയുള്ള ഗ്രഹങ്ങളെയും ഒക്കെ കണ്ട് അത്ഭുതം കൂറിയിട്ട് അവക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നക്ഷത്രങ്ങളുടെ ഉദയവും അസ്തമയവും ഒക്കെ നോക്കിക്കൊണ്ട് മനുഷ്യന്റെ രക്ഷാശിക്ഷകളെയും സൗഭാഗ്യ ദൗർഭാഗ്യങ്ങളെയും കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. നക്ഷത്രങ്ങളുമൊക്കെ സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളായി. ഇന്ന നജ്മിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾ ഭാഗ്യവാന്മാരാകും, ഇന്ന നജ്മിൽ ജനിച്ചിട്ടുള്ളവരോ ജീവിതം മുഴുവനും ഹതഭാഗ്യരായിത്തീരുമെന്ന്. അത് അന്നുണ്ട്, അത് ഇന്നുമുണ്ട് ജാഹിലിയത്തിൽ, മലയാളം പഞ്ചാംഗങ്ങളിൽ. അതേപോലെ തന്നെ ഇന്നത്തെ അധുനാധുന മീഡിയകളിൽ അതിനൊക്കെ ആധുനികമായ രൂപം പൂണ്ടിട്ട് മനുഷ്യന്റെ നാള് നോക്കലും അവൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ളത് ഏത് നക്ഷത്രം തിളങ്ങി നിൽക്കുന്ന ഉദിച്ചു വരുന്ന സമയത്തായിരുന്നു എന്നൊക്കെ നോക്കിയിട്ട് മനുഷ്യൻ സൗഭാഗ്യവാനാണോ വിജയിയാണോ ഭാഗ്യവാനാണോ എന്നൊക്കെ കണക്കാക്കുന്ന, അത് കബഡി നിരത്തി പ്രവചിക്കുന്ന ജ്യോതിഷികളുടെ, ജ്യോത്സ്യന്മാരുടെ, തങ്ങന്മാരുടെ, ബീവിമാരുടെ ഒക്കെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ മനുഷ്യന്റെ രക്ഷാശിക്ഷകളുടെ മാനദണ്ഡമല്ല. ഇതൊക്കെ പടച്ച റബ്ബ് നിശ്ചയിക്കുന്ന റൂട്ടിൽ മാത്രം സഞ്ചരിക്കുന്ന റബ്ബിന്റെ സൃഷ്ടികളാണ്. റബ്ബ് പറഞ്ഞ ആ നിശ്ചയിച്ച കൃത്യമായ റൂട്ടിലൂടെ പോകലാണ് ഇവിടെയുള്ള സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യനെ ആരാധിച്ചിരുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ആ സൂര്യചന്ദ്രന്മാരെ പടച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമരി വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, സൂര്യന്റെ മുമ്പിൽ പ്രണാമമർപ്പിക്കരുത്. അതുപോലെ തന്നെ ചന്ദ്രന്റെ മുമ്പിലും നിങ്ങൾ പ്രണാമമർപ്പിക്കരുത്, സുജൂദ് ചെയ്യരുത്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമരി. പിന്നെ ആർക്കാ സുജൂദ് ചെയ്യേണ്ടത്? വസ്ജുദൂ ലില്ലാഹ്. ആരാണല്ലാഹ്? അല്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചവൻ. റബ്ബിന്റെ ഒരു പടപ്പ് മാത്രമാണത്. നമ്മളൊരു സൃഷ്ടിയാണ്, മനുഷ്യൻ സൃഷ്ടിയാണ്, ഭൂതങ്ങൾ സൃഷ്ടിയാണ്, മലായിക്കത്തുകൾ സൃഷ്ടിയാണ്. ഇവിടെയുള്ള സൂര്യചന്ദ്രൻ നക്ഷത്രാദികൾ അടങ്ങുന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും മുഴുവൻ അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളാണ്. ഒരു മഖ്ലൂക്കിനെയും ആരാധിക്കാവതല്ല. എല്ലാ മഖ്ലൂക്കുകളും ആശ്രയിക്കുന്നത് ഖാലിഖായ റബ്ബിനെയാണ്. അതുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കണം. അതിനാ ഖുർആൻ ഇതൊക്കെ പറയുന്നത്. ഇവയ്ക്കൊന്നും ഇവയുടേതായ ഒരു സ്വതന്ത്ര രീതിയിൽ ചരിക്കാനൊന്നും പറ്റൂല. സൂര്യന് തോന്നുകയാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ളതല്ലേ ചന്ദ്രനേക്കാൾ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് അവൻ്റെ ചന്ദ്രന് നിശ്ചയിക്കപ്പെട്ട ദിശയിലേക്ക് അതിന് പോകാൻ പറ്റൂല. അതൊക്കെ അള്ള കണക്കാക്കിയ റൂട്ടിൽ തന്നെയാണ്. വകുല്ലുൻ, എല്ലാവരും തന്നെ ഫീ ഫലകിൻ, നിശ്ചിതമായ റൂട്ടിലൂടെ യസ്ബഹൂൻ, നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ജീവനുള്ളവയെ പറ്റി, ബുദ്ധിയുള്ള വസ്തുക്കളെ പറ്റി പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഇവിടെ അള്ളാഹു സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പറഞ്ഞത്. വകുല്ലുൻ, അവരെല്ലാവരും തന്നെ ഫീ ഫലകിൻ യസ്ബഹൂന, അവർ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ എന്ന് പറയുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും രാവും പകലും എല്ലാം ഒരു ബുദ്ധിജീവികളുടെ സ്ഥാനത്തേക്ക് നിർത്തിയിരിക്കുകയാണ് അള്ളാഹു. എന്താണ്? അവയ്ക്കൊക്കെ അവയുടേതായ നിലക്കുള്ള കൽപ്പനകൾ അള്ളാഹുവിങ്കൽ നിന്നുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് അവയൊക്കെ ചരിക്കുന്നത്. ആകാശഭൂമികളിലുള്ളവ മുഴുവൻ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ അടക്കമുള്ളതെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിക്കാത്ത ഒരൊറ്റ വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. വലില്ലാഹി യസ്ജുദു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശഭൂമികളിലുള്ളവ മുഴുവനും സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമറു വന്നുജൂമു, നക്ഷത്രങ്ങൾ, വന്നജ്മു വശജറു യസ്ജുദാൻ, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ഇവയ്ക്ക് നിശ്ചിതമായ റൂട്ടുണ്ട്. അവയിലൂടെ അവ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നീന്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രയോഗം തന്നെ നീന്തുമ്പോൾ അതിൻ്റെതായ കൃത്യമായ ഒരു പ്രയാസമില്ലാത്ത സഞ്ചാരമാണ്. അതിന് വെള്ളത്തിൽ ഊളിയിട്ട് പോകുന്നത് പോലെ അവയുടെ സഞ്ചാരപഥത്തിലൂടെ ഇതൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ നിഷ്പ്രയാസം റൂട്ട് നിശ്ചയിച്ചു കൊടുത്തവൻ? അള്ളാഹുവാണ്. ആ അള്ളയാണ്. അതൊക്കെ അള്ളാഹിന്റെ കുദറത്തായിട്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നതിനാണ് അള്ളാഹു ഇതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. എന്നാൽ മനുഷ്യൻ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വലിപ്പം മനസ്സിലാക്കാതെ ഈ സൃഷ്ടിയുടെ ഇവിടെയുള്ള പല പ്രവർത്തനങ്ങളും പ്രതിഫലനങ്ങളും കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് അന്താളിച്ചു നിന്ന് ഇതന്നെയാ ദൈവം എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ കുമ്പിട്ട് കുനിഞ്ഞ് സാഷ്ടാംഗം നടത്തി പ്രണാമങ്ങൾ അർപ്പിച്ച് അവയെ പൂജിച്ച്
ആ നിലക്കുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് പോയി. അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ അവർക്ക് ദൃഷ്ടാന്തമാണ് ഇങ്ങനെ മുകളിൽ പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച റൂട്ടിലൂടെ അള്ള പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഒക്കെ അള്ളാഹനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? റബ്ബ് കൽപ്പിച്ചിട്ടുള്ള പല കൽപ്പനകളെയും ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കളെല്ലാം അള്ളാഹ് നിശ്ചയിച്ച റൂട്ടിലൂടെ അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടുപോകുന്നു. മനുഷ്യരോട് അള്ളാഹു നിശ്ചയിച്ചൊരു റൂട്ടുണ്ട്, ആ റൂട്ടിലൂടെ പോകുന്നതിൽ നിന്ന് തെറ്റി അവൻ താൻ തോന്നിയായി പലപ്പോഴും ജീവിക്കുന്നു. ഇതൊക്കെ നന്ദികേടാണ്. ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം എന്നതിനാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താ? ആയത്ത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. അപ്പൊ എണ്ണി പറഞ്ഞതൊക്കെ സൂര്യൻ ചന്ദ്രൻ പോലെയുള്ളതൊക്കെ ഇനിയും പറയണ തീർന്നില്ല. ഇപ്പൊ വാനലോകത്ത് മനുഷ്യൻ കാണുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും അവസ്ഥ മാത്രം നോക്കിയാൽ പോരാ. ഇനി നിങ്ങൾ സഞ്ചരിക്കുന്ന കടൽ, അതിൽ സഞ്ചരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന വാഹനം, കപ്പൽ, ഇതിനൊക്കെ ദൃഷ്ടാന്തണ്ട്. അതൊക്കെ എവിടുന്നുണ്ടായതാ? ആര് തുടങ്ങി വെച്ചതാ? ആരാണതിനെ നിയന്ത്രിക്കുന്നത്? ആരാണതിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണ്ടേ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതാണ് അടുത്ത വചനങ്ങൾ. വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. വആയതുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം തന്നെയാണ്. വആയതുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം തന്നെയാണ്. അവർക്കൊരു ദൃഷ്ടാന്തമാണ്. ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആയത്ത് ദൃഷ്ടാന്തം പല അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും. ഇവിടെ ദൃഷ്ടാന്തം, അവർക്കുള്ള ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ജനത, അറേബ്യൻ ജനത, അവരോടാണല്ലോ ഈ സംസാരിക്കുന്നത്. ഇനി അവർ മുതൽക്ക് ഇങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും ഈ ദൃഷ്ടാന്തത്തിൽ പാഠമുണ്ട്. എല്ലാവർക്കും ഉള്ളതാ അത്. വആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തം തന്നെയാണ്. എന്ത്? അന്നാ, അല്ലാഹു പറയാണ് തീർച്ചയായും നാം ഹമൽനാ, നാം വഹിച്ചു കൊണ്ടുപോകുന്നു, നാം വഹിച്ചു കൊണ്ടുപോയി. ഹമല എന്ന് പറഞ്ഞാൽ നമ്മളത് വഹിച്ചു. ഹമല വഹിച്ചു. ഭാരം വഹിക്കുന്നയാൾക്ക് എന്ത് പറയും? ഒരു സാധനം വഹിച്ചു, ഹമ്മാൽ. അതുകൊണ്ടാണ് മാർക്കറ്റിലെ ഹമ്മാലി പണിയാണെന്ന് പറയില്ലേ, മലയാള പ്രയോഗമാണ്. എന്താ അയാൾക്ക് പണി? അയാൾ കോഴിക്കോട് അരി മാർക്കറ്റിലെ ഹമ്മാലി പണിയാണ്. എന്താ ഹമ്മാലി? ലോഡ് ചുമക്കുന്ന ആള്. അതാ ഹമ്മാൽ. ഹമല യഹ്മിലു വഹിക്കുക. ഹമല യഹ്മിലു. മസലുൽ ലദീന ഹുമ്മിലു തൗറാഹ് സുമ്മ ലം യഹ്മിലൂഹാ. ഖുർആൻ പറഞ്ഞു ഹുമ്മിലു, ഏൽപ്പിക്കപ്പെട്ടു, ഭാരം ഏൽപ്പിക്കപ്പെട്ടു. തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ട യഹൂദികൾ സുമ്മ ലം യഹ്മിലൂഹാ, അവരത് ഏറ്റെടുത്തില്ല, അവരത് വഹിച്ചില്ല. വഹിക്കേണ്ട പ്രകാരം അത് വഹിക്കാതെ ആയപ്പോൾ അവരെ കുറിച്ച് അല്ലാഹു ഉപമിച്ചു. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറാ, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതകൾക്ക് സമാനം. ഇപ്പൊ നമ്മളെ കുറിച്ചൊരായത്തിറങ്ങി അങ്ങനെ ഉണ്ടാവും. യഹൂദികൾക്ക് തൗറാത്ത് കിട്ടിയിട്ട് അവരത് പഠിച്ചില്ല, അതനുസരിച്ച് ജീവിച്ചില്ല എന്നുള്ളതിന് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിരുന്നത് ഗ്രന്ഥക്കെട്ട് ചുമക്കുന്ന കഴുത. തൻ്റെ പുറത്തെന്തായിരിക്കണെന്ന് ആ കഴുതക്കൊരു പിടിയില്ല. ഒരുപാട് സാഹിത്യങ്ങളും ഇൽമിന്റെ വിജ്ഞാനങ്ങളും ഒക്കെ നിറഞ്ഞ ഗ്രന്ഥത്തിന്റെ കെട്ടുകൾ കഴുതന്റെ പുറത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ തൻ്റെ പുറത്തിരിക്കണേന്ന് കഴുതക്കറിയില്ല. നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. വിജ്ഞാനത്തിന്റെ മകുട, ഏറ്റവും വലിയ നിറകുടമായ വിശുദ്ധ ഖുർആൻ, ലോകത്തെ ഞെട്ടിവിറപ്പിച്ച ഗ്രന്ഥം, അനേകം വിജ്ഞാന പടുക്കളെ വെല്ലുവിളിച്ച ഗ്രന്ഥം, എല്ലാ നിലക്കുമുള്ള അത്ഭുതങ്ങളുടെ കേദാരമായ അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഗ്രന്ഥം നമ്മുടെ വീടുകളിൽ ഷോക്കേസുകളിലുണ്ട്, ഷെൽഫുകളിലുണ്ട്. നമ്മളെന്ത് നേടി? നമ്മളെന്തറിഞ്ഞു? നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നു. എല്ലാവരുടെ കയ്യിലും ഖുർആനിന്റെ ആപ്പുകളുണ്ട്, നമ്മൾ വഹിച്ചു കൊണ്ടു കിടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയാണോ? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. നമ്മൾ ആലോചിക്കണം. അതിൽ പെട്ടുപോകാതിരിക്കാനാണ് അല്ലാഹു അവരെ കുറിച്ച് അങ്ങനെ ഉപമിച്ചത്. പെട്ടുപോകാതിരിക്കാൻ നമ്മളെന്ത് വേണം? ഈ ഗ്രന്ഥത്തോട് കൂറ് പുലർത്തണം. ഇതൊന്ന് പഠിക്കണം, ഇതൊന്ന് പഠിച്ചേ ഞാൻ നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പാരായണം ചെയ്യാത്തൊരു ദിനമുണ്ടാവില്ല, പഠിക്കാത്ത ദിവസമുണ്ടാവില്ല, ഒരായത്തെങ്കിലും മനഃപ്പാഠമാക്കാത്ത ഒരു ദിനമുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ.
പക്ഷേ മനസ്സ് വേണം. ആ മനസ്സ് എനിക്ക് തരണേ എന്നാണ് അള്ളാഹുവിനോട് തേടേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? അവർക്ക് റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കുവാനുള്ള ദലീലും ബുർഹാനുമാണ്. അതാണ് ആയത്തുൽ ലഹും എന്ന് പറഞ്ഞാൽ. ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ വദലീലുൻ ലഹും വബുർഹാനുൻ, അവർക്കുള്ള തെളിവും പ്രമാണവുമാണ്. എന്തിനുള്ള തെളിവ്? അലാ അന്നല്ലാഹ വഹ്ദഹു ഹുവൽ മഅബൂദ്, ഏകനായ അല്ലാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ളതിനുള്ള തെളിവാണ് ഇതൊക്കെ. അതിനതൊക്കെ തെളിവ്. ഏകനായ അല്ലാഹ്, കാരണം ഇതൊക്കെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്, ആ അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിനുള്ള തെളിവാണ്. കാരണം അവനാണ് എല്ലാ നിഅമത്തും നമുക്ക് ഈ രൂപത്തിലുള്ളതെല്ലാം അവനാണ് നമുക്ക് തരുന്നത്. അതിൽപ്പെട്ടൊരു നിഅമത്താണെന്ത്? അന്നാ ഹമൽനാ, നാം വഹിച്ചു ദുർരിയതഹും, അവരുടെ പൂർവീകരെ. ദുർരിയത്തിന് ഭാഷയിൽ പല അർത്ഥങ്ങളുണ്ട്. ആബാ എന്നുള്ളതിന് പ്രയോഗിക്കും, അബ്നാ എന്നുള്ളതിനും പ്രയോഗിക്കും. രണ്ടും വിരുദ്ധ അർത്ഥങ്ങളുമാണ്, അതുദാദുകളാണ്. വിപരീത അർത്ഥങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ പദം തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് അറബി ഭാഷയുടെ ഒരു സീനത്താണ്, ഒരു സൗന്ദര്യമാണ്. വിപരീതാർത്ഥങ്ങൾക്ക് ഒരേ പദം തന്നെ ഉപയോഗിക്കും. ഇപ്പൊ ഖഅദ എന്നുള്ളത് ഇരുന്നു എന്നുള്ളതിനും നിന്നു എന്നുള്ളതിനും അറബി ഭാഷയിൽ പ്രയോഗിക്കും. ഖഅദ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? ഇരുന്നു എന്നാണ്. നിന്നു എന്നുള്ളതിനും ഖഅദ പ്രയോഗിക്കും, ഭാഷയിൽ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് സന്താനങ്ങൾ എന്നാണ്, അത് അബ്നാ ആണ്, ഫുറൂ ആണ്, ഉസൂലല്ല. ഉസൂല് എന്ന് പറഞ്ഞാൽ ആരാണ്? ബാപ്പമാര്. ഫുറൂ എന്ന് പറഞ്ഞാലോ സന്തതികള്. അപ്പൊ ഉസൂലിനും ഫുറൂഇനും ഒരുപോലെ ഭാഷയിൽ പ്രയോഗിക്കുന്ന പദമാണെന്ത്? ദുർരിയത്ത്. അപ്പൊ ഇവിടെ രണ്ട് നിലക്കും അതിന്റെ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. ചിലർ പറഞ്ഞു അതിന്റെ ഉദ്ദേശം അറബികളായ ആളുകളോട് ഓർമ്മപ്പെടുത്തേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും വലിയവരെയും ഒക്കെ നോക്കൂ, നിറക്കപ്പെട്ട കപ്പലുകളിലല്ലേ നിങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് കടലിലൂടെ എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, ഗതകാല സമൂഹത്തിലുണ്ടായിരുന്ന ദുർരിയാത്തുകളെ അഥവാ നിങ്ങളുടെ ആബാകളെ, നിങ്ങളുടെ പൂർവ്വപിതാക്കളെ അള്ളാഹു വഹിച്ചു കൊണ്ടുപോയത് നിങ്ങൾക്ക് അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്. അതാരാ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. അതാണ് ആ ആബാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച വിശ്വാസികളെയും കൊണ്ടാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കപ്പൽ യാത്ര ആരംഭിച്ചത്. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് മഹാനായ നൂഹ് അലൈഹി ഇസ്ലാമിനോട് കപ്പലുണ്ടാക്കാൻ റബ്ബിന്റെ കൽപ്പന, അനിസ്നഇൽ ഫുൽക ബി അഅ്യുനിനാ, നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കണ്ണിൽ നീ എന്ത് ചെയ്യുക? നീ കപ്പൽ നിർമ്മിക്കുക. കപ്പൽ നിർമ്മിക്കുമ്പോ കുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി സഖിറൂ മിൻഹു, ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. എന്താ നൂഹേ, നല്ല പിരാന്താണല്ലേ, നല്ല നട്ട പിരാന്ത് തന്നെയാണല്ലോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ഇഷ്ടം പോലെ ഇല്ലാത്ത ഈ മരുപ്രദേശത്ത് നീ ഒരു കപ്പലുണ്ടാക്കുന്നല്ലോ, എവിടെയാ ഇത് ഓട്ടുക, എവിടെയാ ഇത് സഞ്ചരിപ്പിക്കുക, മുഴുവട്ടാണല്ലേ എന്ന് പറഞ്ഞു പരിഹസിച്ചപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ പരിഹസിക്കുന്ന പരിഹാസത്തിന് എന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി വരുന്ന ഒരു കാലം വിദൂരമല്ല. കിട്ടുകയും ചെയ്തു. എന്തിനാ കപ്പലുണ്ടായതെന്ന് ബോധ്യായി. ആകാശത്തിന്റെ ഡോറുകൾ കുത്തിച്ചൊരിയപ്പെട്ടു. മഴ, ഭൂമിയിൽ നിന്ന് ഉറവുകൾ, തന്നൂറുകൾ പൊട്ടി, അടുപ്പുകളിൽ നിന്ന് നീരുറവകൾ പൊട്ടി. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, മുകളിൽ നിന്ന് പെയ്തിറങ്ങിയ വെള്ളവും ഭൂമിയിൽ നിന്ന് പൊട്ടി ഒലിച്ചിട്ടുള്ള വെള്ളവും തമ്മിൽ കൂട്ടിമുട്ടി അതിശക്തമായ നിലക്കുള്ള പ്രളയമുണ്ടായി. വിശ്വാസികൾ മാത്രം ആ കപ്പലിൽ കയറി, ബാക്കിയുള്ളവർ സ്വന്തം പുത്രനടക്കം മുക്കി നശിപ്പിക്കപ്പെട്ടു. ആദ്യത്തെ കപ്പൽ യാത്ര ഇവരുടെ ആബാക്കളെ അതിൽ സഞ്ചരിപ്പിച്ചു. അതവരെ അന്നുള്ള ആളുകൾ അവിടെ ബാക്കിയായതാണ് പിന്നെ ലോകത്ത് മനുഷ്യരുണ്ടാകാനുള്ള കാരണമായത്. എല്ലാം തകർത്തിട്ടില്ലല്ലോ, വിശ്വാസികളെ അവിടെ രക്ഷപ്പെടുത്തി. പിന്നെ അതിൽ നിന്ന് ആളുകൾ പെറ്റുപെരുകി തലമുറകളായി വന്നപ്പോ പിന്നെയും ശിർക്ക് വന്നപ്പോ അവരെ നന്നാക്കാൻ വേണ്ടി ആര് വരേണ്ടി വന്നു? മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം വരേണ്ടി വന്നു. ഹൂദ് നബിയുടെ ജനതയിൽ ശിർക്ക് വന്നു, ധിക്കാരം വന്നു, നശിപ്പിച്ചു. സാലിഹ് നബി അലൈഹിസ്സലാം വരേണ്ടി വന്നു. സാലിഹ് നബിയുടെ ജനതയിൽ പ്രശ്നങ്ങളായി, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ തകർത്തെറിഞ്ഞു. അവസാനം ശുഐബ് അലൈഹിസ്സലാം വരേണ്ടി വന്നു. ഇങ്ങനെയാണ് ലോകത്തിന്റെ ചരിത്രം. തുടക്കത്തിൽ ആബാകളെ ഹമൽനാ, നാം വഹിച്ചു, ദുർരിയതഹും, അവരുടെ പിതാക്കളെ നാം വഹിച്ചു. എവിടെ?
എവിടെയാ വഹിച്ചത്? ഏതിലൂടെയാ വഹിച്ചത്? ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, നിറക്കപ്പെട്ട കപ്പലിൽ. നിറക്കപ്പെട്ട കപ്പലിൽ. മശ്ഹൂൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ട്, പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ നിറക്കപ്പെട്ട കപ്പലിനാണെന്ന് പറയാം, കാലിക്കപ്പലല്ല. ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, അതിലെല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലില്ലാത്തൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാരുണ്ട്, അവരൊന്ന് വളർത്തിയ വളർത്തുമൃഗങ്ങളുണ്ട്, എല്ലോ മിൻകുല്ലി സൗജിനി ഇസ്നൈനി എന്നാ പറഞ്ഞത്. എല്ലാ വർഗത്തിലും മീരണ്ടെണ്ണത്തയിൽ പിടിച്ച് കയറ്റിയിരുന്നു എന്നാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ മശ്ഹൂനായ കപ്പൽ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു കപ്പലിൽ നിന്ന് പിടിച്ചെറിയപ്പെട്ടയിടത്ത് പറയുന്നുണ്ട്, അവിടെയും മശ്ഹൂനായ കപ്പലിലാണ്. ആളുകളൊക്കെ നിറഞ്ഞ അല്ലെങ്കിൽ നിറക്കപ്പെട്ട ഒരു കപ്പലിലേക്കാണ് യൂനുസ് നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ച് പോയി കയറിയത്. ഈ നാട്ടുകാർ നന്നാവില്ല, അഞ്ഞ് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് യൂനുസ് നബി എന്ത് ചെയ്തതാണ്? പോയതാ, വേറെ നാട്ടിലേക്ക് പോവുക. ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ഒരു നബി പറയാൻ പാടില്ല എന്നാണ്. ഒക്കെ ഒരു മഹാന്മാരാണ്, പക്ഷെ അവർക്ക് അപാരമായ ക്ഷമ വേണ്ടിയിരുന്നു എന്നുള്ളയിടത്താണ്. അതൊന്നും ഒരു തെറ്റല്ല, നമ്മളെ അപേക്ഷിച്ചാവുന്ന ഒരു തെറ്റല്ല. പക്ഷെ അവരുടെ പദവിക്കനുസരിച്ച് അവരങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹു താല ഒരു ടെസ്റ്റ് ഡോസ് അവർക്ക് കൊടുത്തു. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയതാണ്. കപ്പലിൽ പാഞ്ഞു കയറിയ കപ്പൽ ഏതാ? മശ്ഹൂനായ കപ്പലാണ്. കാറ്റും കോളും വന്നു, ആളെ കുറക്കാതെ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. നറുക്കെടുപ്പ് നടത്തി. 2-3 തവണ നറുക്കെടുപ്പ് നടത്തിയപ്പോഴൊക്കെ പേര് വീഴുന്നത് യൂനുസ് നബി അലൈഹി സ്വലാമിനെയാണ്. കപ്പലിൽ നിന്ന് എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഫൽതഖമഹുൽ ഹൂതു, ഭീമാകാരനായ മത്സ്യം അദ്ദേഹത്തെ വന്ന് വിഴുങ്ങി. നാളുകൾക്ക് ശേഷം ഒരു പോറലുമേൽക്കാതെ ആ മത്സ്യം അതിൻ്റെ വയറിൽ നിന്ന് യൂനുസ് അലൈഹി സ്വലാമിനെ കരയിലേക്ക് തുപ്പി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. വിശുദ്ധ ഖുർആൻ അതൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയാണ്. എന്തായിരുന്നാലും പിന്നീട് ആ പ്രവാചകൻ നല്ലവരായ ഒരു ജനതയിലേക്ക് തന്നെ വീണ്ടും നിയുക്തനായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ യൂനുസ് അലൈഹി ഇസ്ലാം കയറിയ കപ്പലിനെ കുറിച്ച് മശ്ഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകളെ, അതല്ലെങ്കിൽ സാധനങ്ങളൊക്കെ നിറക്കപ്പെട്ട ഒരു കപ്പലിൽ അവരെ മക്കളെ അല്ലെങ്കിൽ അവരുടെ പിതാക്കളെ നാം സഞ്ചരിച്ചു എന്നുള്ളത് അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ കടലിലൂടെ സഞ്ചാരയോഗ്യമാകുന്ന വിധത്തിൽ കപ്പലുകളെ സംവിധാനിച്ച് തന്നവനാണ് അള്ളാഹു. അതൊരു ദൃഷ്ടാന്താണ്. ഒരാണി വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നാണ് പോകും. കിൻഡൽ കണക്കിന് ടൺ ഭാരമുള്ള കപ്പൽ നിന്നിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്താ ഇപ്പം അതിൻ്റെ പുതുമ? ആരാ ചെയ്യുന്നത്? ആരാണതിൻ്റെ പിന്നിൽ? അന്ന് മഹാനായ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടാക്കിയ കപ്പൽ, അതിനെക്കുറിച്ച് അതല്ലല്ലോ ഇന്നൊക്കെ ഉള്ളത്. അള്ളാഹു പറയാണ്, വഖലഖ്നാ ലഹും, അവർക്ക് നാം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. വഖലഖ്നാ, നാം സൃഷ്ടിക്കുകയും ചെയ്തു. ലഹും, അവർക്കായി, മിൻ മിസ്ലിഹി, അതിനോട് തുല്യമായതിൽ നിന്ന്, ആ കപ്പലിനോട് തുല്യമായതിൽ നിന്ന് നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. എന്തിന്? മാ യർകബൂന, അവർക്ക് യാത്ര ചെയ്യുവാൻ സൗകര്യപ്പെടുന്ന വിധത്തിൽ. അന്നുണ്ടാക്കിയ ആ ഒരു ഫുൽക്കുണ്ടല്ലോ കപ്പല്, ആ കപ്പലിന്റെ മോഡലായിക്കൊണ്ട് ആ ഒരു കപ്പൽ ഒരു മോഡലായി പിന്നീട് ഇക്കാലഘട്ടം വരെ സമുദ്രത്തിൽ എത്ര ജാതി കപ്പലുകളാ പിന്നീട് പിറവിയെടുത്തത്. ആരാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത് വെച്ചാൽ നമ്മൾ പറയും ബുദ്ധിയുള്ള മനുഷ്യൻ. ആ ബുദ്ധിയുള്ള മനുഷ്യനെ പഠിച്ചോനാരാ? അള്ളാഹു. ഇന്നിപ്പോ ഏതെല്ലാം മോഡൽ ഷിപ്പുകളാണ് നമുക്ക് തന്നെ പറയാൻ കഴിയുമോ? എണ്ണി കണക്കാക്കാൻ പറ്റുമോ? നമുക്കാകെ ഒരു ക്രൂയിസർ അറിയാം, അങ്ങനെ പോണേ, ഫെറാറി അറിയാം, അങ്ങനെ ഇതാണ് എന്താ പറയല്, ആ രൂപത്തിലുള്ള കപ്പൽ, പിന്നെ ചെറിയ ഷിപ്പുകൾ, ബോട്ടുകൾ, എന്തെല്ലാം സംവിധാനങ്ങൾ. വലിയ രൂപത്തിലുള്ള വലിയ സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ തന്നെ ആഡംബര കപ്പലുകൾ, ലക്ഷറി ഷിപ്പുകൾ. നമുക്ക് കാണാൻ തന്നെ എത്രയോ ദിവസം പിടിക്കും നടന്നു കാണണമെങ്കിൽ. 5, 6, 7, 8, 10, 14 ഒക്കെ ഫ്ലോറുകളുള്ള ഭീമാകാരന്മാരായ കപ്പലുകൾ. അതൊക്കെ ഇപ്പം നീറ്റിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വഖലഖ്നാ ലഹും, നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. മിൻ മിസ്ലിഹി, ആ തുടക്ക കപ്പലിനോട് സമാനമായ നിലക്ക്. മാ യർകബൂന, അവർക്ക് യാത്ര ചെയ്യുവാൻ സൗകര്യപ്പെടുന്ന വിധം. റകിബ യർകബു, വാഹനങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുക. അത് കടലിൽ മാത്രമല്ല, കരയിലാകെ അന്ന് എന്തേ ഉള്ളൂ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇബില്, ഒട്ടകം, അല്ലേ? അതുപോലെ തന്നെ ഹിമാർ, കഴുത, അതുപോലെ തന്നെ ഹിസാന്, കുതിര. ഇതൊക്കെയാണ് ഇപ്പം അന്നത്തെ വലിയ രൂപത്തിലുള്ള സൂപ്പർ വാഹനങ്ങൾ. ഒട്ടകവും കുതിരയും കഴുതയും ഇതൊക്കെയാണ്. സൈക്കിളിൻ്റെ സ്ഥാനത്ത് കഴുതയാണ്. ചെറിയ രൂപത്തിലൊക്കെ അങ്ങനെ മോട്ടോർ ബൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ രൂപത്തിലൊക്കെയാണ്.
പിന്നെ ഹൈ സ്പീഡിൽ പോകാൻ വലിയ സൂപ്പറായിട്ട് പോകാനൊക്കെ നല്ല കുതിരയാണ്, പിന്നെ കുറച്ച് പിന്നെ ഒട്ടകമാണ്. ഇതൊക്കെയാണ് ഇപ്പം അന്നത്തെ വാഹനങ്ങൾ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാത്തതില്ലെന്ന് നമ്മൾ വേറെയും പടക്കുന്നു അല്ലേ? വളരെ കൃത്യമായി അള്ളാഹു തആല പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്തതും അവൻ പടക്കും. ആ അറിയാത്തതാണ് ഇന്ന് പടച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇന്നിന്റെ തലമുറ ജനറേഷൻ അറിയാത്ത കുറേ വാഹനങ്ങൾ അടുത്ത തലമുറ അറിയും. അടുത്ത തലമുറക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത അതിനേക്കാൾ സൂപ്പർ വാഹനങ്ങൾ അതിൻ്റെ അടുത്ത തലമുറ കാണും. നമ്മുടെ വല്യാപ്പന്മാര് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വാഹനങ്ങളിലാണ് നമ്മളിന്ന് പോണത്. അവർ കണ്ടിട്ടില്ലാത്ത വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണാത്തതും ചിന്തിക്കാത്തതും നമ്മൾ അടുത്ത തലമുറ പേരക്കുട്ടികൾ കാണും, അവരുടെ കാലഘട്ടത്തിന്റെ അപ്പുറത്തുള്ളവർ കാണും. ഇങ്ങനെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏതെല്ലാം വാഹനങ്ങൾ, ഏതെല്ലാം മോട്ടോർ വാഹനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വായുമേഖലയിലൂടെ സഞ്ചാരമില്ല, ഇന്നിപ്പോൾ അതുണ്ട്. ഫ്ലൈറ്റുകളുണ്ട്, സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട്, അതിശീഘ്രം കുതിച്ചു പായുന്നവ കരയിലും കടലിലും വായുവിലും. ഇനി ശൂന്യാകാശത്തും എവിടെയും പോകുന്നില്ലേ? വായുസഞ്ചാരം ഇല്ലാത്തോടത്തും പോകുന്നില്ലേ? ശൂന്യാകാശത്തിലും പോകുന്നില്ലേ? എവിടൊക്കെ വാഹനങ്ങൾ? എല്ലായിടത്തുമുണ്ട്. ഇതൊക്കെ റക്കിബ മനുഷ്യന് സഞ്ചരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചിരുന്നതാണ്. ഇനി ഈ കടലിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ ആരും വിചാരിക്കണ്ട, അള്ളാഹു തആല പറയാണ്, ഇങ്ങനെ കടലിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്താ ഇത്ര നിഷ്പ്രയാസം ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? അപകടങ്ങളൊക്കെ വരാത്തത് എന്തുകൊണ്ടാണ്? അത് ആ കപ്പൽ നിർമ്മിച്ച ആ കമ്പനിയുടെ അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ നിലവാരം കൊണ്ടാണ് എന്നാണോ മറുപടി? അതൊന്നുമല്ല, അതൊന്നും കാര്യമല്ല. എത്ര മുന്തിയ പ്രോഡക്റ്റ്, എത്ര മുന്തിയ കമ്പനി നിർമ്മിച്ച സംഗതിയായിട്ടൊന്നും കാര്യമല്ല. നിങ്ങൾ ഈ കപ്പലിലൂടെ സമുദ്രത്തിലൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അല്ലാഹു പറയുകയാണ്, فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. അള്ളാഹു വളരെ കൃത്യമായിട്ട് തന്നെ പറയണം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഉദ്ദേശിച്ചു, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, മുക്കിക്കൊന്നു, മുക്കി നശിപ്പിച്ചു. അതിനാണ് എന്താ പറയാ? അഗ്റഖ, മുക്കിക്കൊന്നു. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞേക്കും. അവരെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞേക്കും. അള്ളാഹ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മുങ്ങും. ക്യാപ്റ്റൻ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വലിയ രൂപത്തിലുള്ള അഹങ്കാരം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അള്ളാഹിന്റെ നിശ്ചയമേ നടക്കുള്ളൂ. അതാ പറയുന്നത്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ നാം മുക്കിക്കളഞ്ഞേക്കും. അങ്ങനെ റബ്ബ് മുക്കിക്കളയാൻ വിചാരിച്ചാൽ പിന്നെ ഫലാ സ്വരീഖ ലഹും, അവരുടെ അട്ടഹാസവും നിലവിളിയും കേട്ടിട്ട് സഹായിക്കാൻ ഒരാളും വന്നെത്തുകയില്ല. സ്വരീഖ് എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് സഹായം തേടുന്നവനെ സഹായിക്കുന്നവൻ, അതാണ് സ്വരീഖ്. ഒരു അട്ടഹസിക്കുമ്പോൾ നിലവിളി കേട്ടിട്ട് ഓടിയെത്താൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിലവിളി കേട്ട് സഹായിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. സ്വരീഖ് എന്ന് പറഞ്ഞാൽ മുഗീസ്, സഹായിക്കുന്നവൻ, അതാണ് സ്വരീഖ്. കേവലം സഹായി മാത്രമല്ല, രക്ഷിക്കണേ എന്ന അട്ടഹാസങ്ങളും കൂട്ട നിലവിളികളും കേട്ട് സഹായത്തിനെത്തുന്ന മുഗീസാണ് സ്വരീഖ്. അങ്ങനത്തെ ഒരാളും അവർക്ക് കാണാൻ പറ്റൂല. ഫലാ സ്വരീഖ ലഹും, അള്ളാഹ് ഉദ്ദേശിച്ചാൽ മുക്കിക്കൊല്ലും. ഫലാ സ്വരീഖ ലഹും, അവർക്ക് അവരെ സഹായിക്ക് വിളി കേട്ട്, അട്ടഹാസം കേട്ട്, നിലവിളി കേട്ട് അവർക്ക് സഹായിയായി എത്താൻ ഒരാളും ഉണ്ടാവില്ല. തീർന്നില്ല, വലാഹും, അവരല്ലതാനും യുൻഖദൂൻ, രക്ഷപ്പെടുത്തപ്പെടുന്നവരുമല്ല. അൻഖദ, രക്ഷപ്പെടുത്തി. ഉൻഖിദ, രക്ഷപ്പെടുത്തപ്പെട്ടു. ആരും രക്ഷപ്പെടുത്താൻ അവിടെ വരൂല. എത്ര മികവുറ്റ കപ്പലായി, സംവിധാനമായി, ആസൂത്രണകൻ എൻ്റെ പിന്നിലുണ്ടായി, എന്തൊക്കെയായിട്ട് ഒരു കാര്യമില്ല. അതങ്ങോട്ട് തകരാൻ വിചാരിച്ചോ, തകർക്കാൻ വിചാരിച്ചോ, തകരും എന്നാണ് പറയുന്നത്.
വലാഹും യുൻഖദൂൻ. നമ്മൾ ചിന്തിക്കണം, 112 കൊല്ലായി, 112 കൊല്ലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കഥയാണ് ടൈറ്റാനിക്കിന്റെ കഥ. ടൈറ്റാനിക് ഷിപ്പ് എന്നത് സിനിമയാക്കിയിട്ട് ആഹ്ലാദിക്കാണ് നന്ദി കെട്ട മനുഷ്യൻ. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെയും ഫിലിമാക്കി വിറ്റ് കാശാക്കി. എന്താ ടൈറ്റാനിക്കിന്റെ പ്രത്യേകത? അഹങ്കാരത്തിന്റെ തുടക്കമായ കപ്പലാണത്. വേൾഡിൽ അന്ന് വരെ നിർമ്മിച്ചിട്ടില്ല അത്ര ഒരു ലക്ഷറി സൗകര്യങ്ങളുള്ള കപ്പൽ. നിർമ്മാതാക്കൾ എന്താ അവകാശപ്പെട്ടത്? ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങാത്തത്. വല്ലാത്ത വർത്താനല്ലേ പറഞ്ഞത്. ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങാത്തത്. അത്ര രൂപത്തിലെല്ലാം നോക്കിയിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. എരിഞ്ഞില്ലാത്തൊരു സൗകര്യമില്ല. ലക്ഷറി വലിയ പാസഞ്ചേഴ്സിന് VIP കളെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അവരും അവരുടെ കുടുംബങ്ങളും. അന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലക്ഷറി ഫുഡുകളും ലിക്കറുകളുമായിരുന്നു അതിൽ സംഭരിച്ചു വെച്ചിരുന്നത്. മികവാർന്ന ഫുഡുകൾ, ലഹരിപാനീയങ്ങൾ, മദ്യത്തിന്റെ കുപ്പികൾ എല്ലാം അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വിലമതിക്കുന്ന സാധനങ്ങൾ മാത്രം ലോഡ് ചെയ്തു. അന്നുള്ളവരിൽ ഏറ്റവും വലിയ VIP-മാരെ ഫസ്റ്റ് യാത്രക്കാരായി സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ഇവരാണ് പോണം വിടുന്നത്. ഒന്നും സംഭവിക്കൂല. എല്ലാ സംവിധാനവും ഉണ്ട്. ഏത് അപകടങ്ങളെയും മണത്തറിയാനുള്ള കഴിവുണ്ട്. ഈ ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങൂല എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഒരു മഞ്ഞുമലയിൽ തട്ടിയിട്ടാണ് ഈ സാധനം അങ്ങോട്ട് അഗാധമായ ആഴങ്ങളിലേക്കാണ് പോയത്. ടൈറ്റാനിക് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. തകർന്നാണ് പോയി. എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു, എത്രയെല്ലാം അവകാശവാദങ്ങളായിരുന്നു. അപ്പൊ ഇത് മനുഷ്യൻ ചിന്തിക്കണം എന്നാണ്. അല്ലാഹ് എന്ന് വിചാരിച്ചാൽ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും. ഫലാ സരീഖ ലഹും, രക്ഷിക്കണേ എന്ന് ടൈറ്റാനിക്കിൽ നിന്ന് അട്ടഹാസം ഉയർന്നിട്ടുണ്ട്. ആ അട്ടഹാസങ്ങൾ കേട്ടിട്ട് സഹായിയായിട്ട് ഒരു സരീഖും അവർക്കുണ്ടാവില്ല. വലാഹും യുൻഖദൂൻ, അവരാരും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തപ്പെടുകയുമില്ല. എന്തുണ്ടായി? അത് നമ്മുടെ മുമ്പിലുള്ള ദൃഷ്ടാന്താണ്. അങ്ങനെ ലോകത്ത് എത്ര കഴിഞ്ഞുപോയി, എത്ര വിമാനങ്ങൾ കാണാതായി. അവിടെ പറന്നുയർന്നതേ ഓർമ്മയുള്ളൂ. എവിടേക്കാ പോയത് എന്ന് ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്തോനേഷ്യയിൽ നിന്ന് ഉയർന്നിട്ടുള്ളൊരു വിമാനം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. എവിടെ പോയി എന്ന് വരെ കണ്ടു കിട്ടിട്ടില്ല എന്ന്. എവിടേത് പോയി, എവിടേക്കേത് പോയി, എന്തേ റഡാറ് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ബന്ധമൊക്കെ വിച്ഛേദിച്ചു. എവിടേക്ക് പോയി, ആര് കൊണ്ടുപോയി, എവിടെ വീണു, എവിടെയാ അവശിഷ്ടങ്ങൾ? എന്താ ധിക്കാരിയായ മനുഷ്യൻ ഇനി ചിന്തിക്കാത്തത്? ഇത്രത്തോളം കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ധാരാളം കാണുകയാണ്. മനുഷ്യൻ നിസ്സാരനാ. റഹ്മാനായ റബ്ബ് വിചാരിച്ചാൽ ഞാൻ വലിയ രൂപത്തിലുള്ള ശാസ്ത്രം പഠിച്ചവനാണ്, എല്ലാ മികവും തികഞ്ഞവനാണ്, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ടെക്നിക്കൽ മേഖലയിൽ എന്നെ കവച്ചുവെക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന ബിംബളക്കൊന്നുണ്ടല്ലോ. മാഫി ഫായിദ. അള്ളാഹ് വിചാരിച്ചാൽ റബ്ബിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ നീ ഒന്നുമല്ലടോ എന്ന് തെളിയിക്കുകയാണ്. അതാണ് ഇവിടെ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ രക്ഷപ്പെടുത്താൻ അല്ലാഹ് അല്ല എന്ന് പറയണ, അല്ലാഹ് അല്ലാതെ വേറെ ആരും ഇല്ലടോ എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ കപ്പലിൽ കയറിയാൽ നിങ്ങൾ രക്ഷക്ക് ആരെ വിളിക്കാവൂ? അല്ലാഹ് ഉണ്ടാവുള്ളൂ. അത് അറേബ്യൻ മുശ്രിക്കുകൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അറേബ്യൻ മുശ്രിക്കുകൾക്ക് അക്കാര്യം നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കരയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും കടലിൽ വെച്ച് കപ്പൽ മുങ്ങാൻ പോകുകയാണ് എന്ന് കണ്ടാൽ അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകളും വിളിച്ചിരുന്നത് ആരെയാണ്? അല്ലാഹ്. വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥത വളരെ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രമായിരുന്നു അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. എന്നാലോ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്കെത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവരെന്ത് ചെയ്തിരുന്നു? ശിർക്ക് ചെയ്തിരുന്നു. മനുഷ്യൻ വല്ലാതെ പേടിച്ചു പോണ രംഗാണ് ഈ കടലേ. കടലാണ്ട് ഇളകിയാൽ പിന്നെ ഏത് ബേജാറാകാത്തവരും ബേജാറാവും. പക്ഷെ അത്തരം ഘട്ടങ്ങളിൽ പോലും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നു മമ്പർ തങ്ങൾ രക്ഷപ്പെടുത്തും, മടവൂരി ശൈഖ് രക്ഷപ്പെടുത്തും, CM മടവൂരി രക്ഷക്കെത്തും, അതുപോലെ തന്നെ ഔലിയാക്കന്മാര് ബീവിമാര് അവരൊക്കെ രക്ഷപ്പെടുത്തും. അവരിങ്ങോട്ട് വരില്ലേ, അവര് പിന്നാണ്ട് കപ്പലിന്റെ മുന്നിലാണ് ഇറങ്ങിയാണ് വന്നിട്ട് പിന്നെ അവരാണ് കൺട്രോൾ ചെയ്യുന്നതാണ് ആ കപ്പലിനെ, മുങ്ങാൻ സമ്മതിക്കൂല. അങ്ങനെ എത്ര കഥകളാ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള മാലപ്പാട്ടുകളിൽ മൗലിദ് കിതാബുകളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത്.
കടലിൽ വെച്ച് പ്രയാസാനുണ്ടായപ്പോൾ ആണ് വിളിച്ചു, മമ്പർത്തെ തങ്ങളെ വിളിച്ചപ്പോൾ അവിടെ രക്ഷപ്പെടുത്തി. അത് കവിതയിലും പറയുന്നുണ്ട്, ഗദ്യത്തിലും പദ്യത്തിലും മമ്പുറം മൗലിദിലെ കാര്യം പറയുന്നുണ്ട്. മമ്പുറത്തെ മാലപ്പാട്ടിൽ അത് പറയുന്നുണ്ട്. നഫീസത്ത് ബീവിയാണ് കപ്പലിൽ കുടുങ്ങിയപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തിയത്. നഫീസത്ത് ബീവിയെക്കുറിച്ച് നഫീസത്ത് മൗലിദ് എന്ന മൗലിദിലും നഫീസത്ത് മാല എന്ന മാലയിലൊക്കെ പറയുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ പാടി ചൊല്ലിയിരുന്ന മാലപ്പാട്ടാണ് നഫീസത്ത് മാല. പണ്ട് പ്രസവവേദന ഇളകിയാൽ അന്ന് ഹോസ്പിറ്റലൊക്കെ ഒന്നും പോകില്ലല്ലോ. പ്രസവവേദനയാണ് തുടങ്ങുമ്പോൾ നഫീസത്ത് മാലയാണ് ചൊല്ലലാണ്. നഫീസത്ത് മാലയാണ് ചൊല്ലി തീരുമ്പോൾക്ക് എന്താകും? കുട്ടി മുനമ്പള്ള തന്നിന്ന് കുട്ടി പ്രസവിക്കൽ ശക്കില്ല എന്നോവർ എന്നാണ്. അത് കുട്ടി പുറത്തേക്ക് കളയാതാണ് വരും എന്നാണ്. അങ്ങനെ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കടലിൽ പോലും നമ്മെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹു അല്ലാത്തവരാണെന്ന ചിന്തയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകളെ, നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ കൊണ്ടുപോവുകയാണ്. ഇത് നമ്മളവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയണതല്ല, നമ്മൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നമുക്ക് തൗഹീദിലേക്ക് കൊണ്ടുവരണ്ടേ? എന്നിട്ട് ഇതേ യാസീൻ ഓതും ചെയ്യും. ഈ യാസീൻ ഒരു 10 വട്ടം ഓതും ചെയ്യും. ആ യാസീനിൽ പറയണ് അവനങ്ങനെ അർത്ഥമൊന്നും അറിയാതെ മരിച്ചോടത്ത് ഇങ്ങനെ ഓതാനുള്ളതാണല്ലോ. യാസീൻ എന്നാണ് സ്റ്റാർട്ടാക്കിയിട്ട് വൈലൈഹി തുർജഊൻ എന്നാണ് സ്പീഡിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. എന്താ പറയണമെന്ന് അറിയില്ല. എന്താണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് ഓതുന്നവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല. എന്നിട്ട് റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. മക്ബറി ചെന്നാലും യാസീൻ ഓതുക. യാസീൻ ഓതോടെ അങ്ങനെ യാസീൻ കെട്ട് വെച്ചിട്ടുണ്ടാവും. യാസീൻ നേർച്ച വെക്കുകയാണ്. യാസീൻ ഇങ്ങനെ ഓതിയിട്ട് കെട്ടിട്ട് വെച്ചിക്കുകയാണ്. ഓരോ യാസീൻ ഓതുമ്പോൾ എല്ലാവർക്കും കെട്ടിടുന്നതാണ്. അങ്ങനെ കുറേ കെട്ടുകളുള്ള നൂലുണ്ടാവും ജാറത്തിൽ ദർഗയിൽ. എന്നിട്ട് യാസീനിന് വേണ്ടിയിട്ട് പണം നേർച്ചയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമ്പോൾ എൻ്റെ വക 10 യാസീൻ, അതിനോടൊരു ഫീസ് ഉണ്ട്. അവിടെ ഒരു യാസീനിന് എത്ര പണം എന്നുണ്ട്, അതവിടെ റെസിറ്റായി എഴുതി കൊടുക്കും. നിങ്ങൾ എത്ര യാസീനാ? 10 യാസീന്. അപ്പോൾ അവിടെ ദർഗയുടെ മൊല്ലാക്ക അവിടെയുള്ള കെട്ടിട്ടിട്ടുള്ള നൂലെടുത്തിട്ട് ഇന്നൊരു 10 കെട്ട് ഇങ്ങോട്ട് അയച്ചിടും. അപ്പോൾ യാസീൻ കിട്ടി. നമ്മുടെ ഉമ്മത്താണിത്, നമ്മുടെ സമുദായമാണിത്. ദർഗകളിൽ, ജാറങ്ങളിൽ, മക്കാമുകളിൽ മരണപ്പെട്ടു പോയവരെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അവരിൽ എല്ലാ പ്രതീക്ഷകളും സമർപ്പിക്കുകയാണ്. എന്നിട്ടും ഓതുന്നതും ചൊല്ലുന്നതും ഒക്കെ ഫാത്തിഹയും യാസീനുമാണ്. എന്ത് ബന്ധമാണതും ഇവരുടെ പ്രവൃത്തിയുമായിട്ടുള്ളത് സുഹൃത്തുക്കളെ? എത്ര ഗുരുതരമാണ് വിഷയം. ഈ യാസീനിൽ അല്ലാഹ് പറയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ രക്ഷകനായിട്ട് അല്ലാതല്ലാന്ന്. ഇന്ന ശഅനുഗ്രിഖുഹും ഫലാ സരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അങ്ങനെ കടലിലൂടെ നിങ്ങൾ ഇങ്ങനെ സുരക്ഷിതമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പവറാണെന്ന് വിചാരിക്കണ്ട. അതാരുടെ പവറാണ്? ഇല്ലാ റഹ്മതൻ മിന്നാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് കടലിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റൂല. അതാ പറയുന്നത്, ഇല്ലാ റഹ്മതൻ മിന്നാ. അല്ലാഹ് പറയാണ്, നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മത്തായിട്ടാണ് നിങ്ങൾ സുരക്ഷിതത്വമായി യാത്ര ചെയ്യുന്നത്. വമതാഅൻ ഇലാ ഹീൻ, അല്ലാഹ് നിശ്ചയിച്ച ഒരവധി വരെ നിങ്ങൾക്കുള്ള സൗകര്യം എന്ന നിലക്കുമാണ്. അല്ലാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ചൊരു അവധിയുണ്ട്. ആ അവധി വരെ നിങ്ങൾ സുരക്ഷിതമായി ഇങ്ങനെ എന്ത് ചെയ്യും? യാത്ര ചെയ്യും. അല്ലാഹ് തരുന്നതാണത്. അള്ളാഹിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഫضലാണത്. കൂട്ടരെ, നിങ്ങൾ അവനോട് നന്ദി കാണിക്കൂ, അവനിലേക്ക് അടുക്കൂ, അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിക്കൂ. അവന് അനുസരണക്കേട് കാണിച്ച് ധിക്കാരികളും താന്തോന്നികളുമായി ജീവിക്കല്ലേ. എന്തേ കാരണം? ഈ സംവിധാനങ്ങളൊക്കെ കരയിലും കടലിലും നിങ്ങൾക്ക് ഒരുക്കി തന്ന റബ്ബ് വേറെ ആരുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ? ഒക്കെയാണ് അള്ളാഹു ഇതിലൂടെ ചോദിക്കുന്നത് നമ്മളോട്. ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ആയത്തുകളിലൂടെയും അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് റബ്ബ് മാത്രമാണ് ഇവിടെ മഅബൂദ്, ആരാധ്യനായി യഥാർത്ഥത്തിലുള്ള ലാ മഅബൂദ ബിഹഖ്ഖിൻ, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ഇവിടെ അള്ളാഹു മാത്രമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരായി കേൾക്കുന്നത് മുഴുവൻ ഇതൊക്കെ അവനാ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? എന്നാ അവരെ വിളിച്ച് തേടിക്കോ. പക്ഷെ സമർത്ഥിക്കാൻ കഴിയില്ലല്ലോ. കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? സൂര്യനെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നതാണ്, പച്ച കള്ളം പറയുന്നല്ലാതെ ഇങ്ങോട്ട് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? മര്യാദക്ക് കണ്ണു തുറന്ന് സൂര്യനെ നോക്കാൻ പറ്റുമോ? എന്നിട്ടല്ല അതിനെ കൺട്രോൾ ചെയ്യൽ, എന്നിട്ടല്ല അതിനെ നിയന്ത്രിക്കൽ.
വെറുതെ വടായി അടിക്കുക എന്നുള്ളതല്ലാതെ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പഠിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന പൊട്ടന്മാരല്ലല്ലോ. മറിച്ച് ചിന്തിക്ക്, ഇതൊക്കെ അല്ലാഹ്, എല്ലാം അല്ലാഹ്. എത്രയാ അവൻ്റെ ഖുദ്റത്ത്, എത്രയാണ് അവൻ്റെ മഹത്വം, എത്രയാണ് അവൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ, എത്രയാ അവൻ നമ്മോട് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, എത്രയാണ് അവൻ്റെ കാരുണ്യം. റഹ്മാൻ റഹീം. അപ്പൊ റബ്ബ് ഇതൊക്കെ നമുക്ക് അല്ലാഹ് ചെയ്തുതന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്ലാഹിനോട് അകൽച്ച വേണ്ടത് എന്താ വേണ്ടത്? അടുപ്പം. അങ്ങനെയല്ലേ? നമ്മളോടൊരാൾ വന്നിട്ട് ഇങ്ങനെ പറയണ്, ആ ആളുണ്ടല്ലോ, ഇനി മനസ്സിലാക്കിയ പോലെ ഒന്നുമല്ല, നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം, നീ അറിയില്ല. അപ്പോൾ നമുക്ക് ആ മനുഷ്യനെ കുറിച്ച് എന്താ തോന്നുക? കണ്ടെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, എന്തോ ഒരു നല്ല മനുഷ്യനാണ്, ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, അല്ലേ? ദുന്യാവിലെ എന്തെങ്കിലും ഒരു ലൊട്ടിലൊടുക്ക് സഹായങ്ങൾ കിട്ടിയാലുള്ള നമ്മുടെ ഒരു മാനസികമായ അവസ്ഥയാണിത്. രാജാതിരാജനായ റബ്ബ് ജനിച്ചു വീണ നാള് തൊട്ട് അല്ല, മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും വേണ്ടുന്നത് വേണ്ട രൂപത്തിൽ നമുക്ക് നൽകിയിട്ട് ഇന്നോളം അതിനൊന്നും ഒരു ഫീസും ഈടാക്കാതെ നമ്മെ പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനെ കാണാൻ എന്ത് മോഹമാണ് നമുക്ക്. അള്ളാഹുവിനെ കാണും വിശ്വാസികൾ, തൗഫീക്ക് തരുമാറാകട്ടെ. കാണും വിശ്വാസികൾ, കാണും. ആ റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴേ ആ റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ തോന്നൂ. റബ്ബിനെ ഭയമുണ്ടെങ്കിലേ ബഹുമാനമുണ്ടാവുകയുള്ളൂ, ആദരവുണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും നമുക്ക് പ്രേരകമാകുന്ന തെളിവുകളാണ് ഖുർആനിൽ എമ്പാടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി റഹ്മാനായ റബ്ബിനോട് കൂടുതൽ എടുക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്നാണ് ഇന്ന് ഈ കേട്ട ആയത്തുകളും നമുക്ക് നൽകുന്ന മെസ്സേജ്. നമ്മുടെ സംരക്ഷകൻ എവിടെയാണെങ്കിലും അവനാണ് എന്നുള്ള കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് ഏറ്റവും ഉത്തമമായ നിരക്ക് ശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന, ജീവിതത്തിൽ അതിനെ പകർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ ഇരിക്കുന്നവരിലും ഈ ശബ്ദം ശ്രവിക്കുന്നവരിലുമൊക്കെ എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ പ്രയാസങ്ങളുള്ളവരുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവയിൽ നിന്നൊക്കെ മോചനം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.